ആൾതാമസമില്ലാത്ത ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതിയുമായി കേരള സർക്കാർ. ബജറ്റിലാണ് ഈ പ്രഖ്യാപനം. കെ ഹോം ടൂറിസം എന്ന പേരിലാണ് പദ്ധതി. ആൾതാമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ഉപയോഗപ്പെടുത്തി കെ ഹോം ടൂറിസം പദ്ധതി ആരംഭിക്കുമെന്നാണ് ബജറ്റിൽ പ്രഖ്യാപനം. ഇതിന്റെ പ്രാരംഭ നടപടികൾക്കായി 5 കോടി രൂപ വിലയിരുത്തി. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ എന്നിവിടങ്ങളിലാണ് തുടക്കത്തിൽ കെ ഹോം പദ്ധതി നടപ്പിലാക്കുക. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളാകും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തുക. സംസ്ഥാനത്ത് നിരവധി വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. ഉടമകളുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടി വരുമാനം ഉറപ്പാക്കുന്ന രീതിയിൽ ഈ വീടുകൾ ടൂറിസത്തിനായി ഉപയോഗിക്കുമെന്നാണ് ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ പറഞ്ഞത്. ലോകമാതൃക കടമെടുത്ത് ചെറിയ ചെലവിൽ താമസമൊരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഉടമയുടെ വരുമാനം മാത്രമല്ല, ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ സുരക്ഷയും പദ്ധതിയിലൂടെ മുന്നിൽ കാണുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരണ വേളയിലാണ് പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. ഷുഗർ ഫ്രീയും നോ ആഡഡ് ഷുഗറും ഒന്നാണോ? ഇല്ല എന്നാണ് ഒറ്റ വാക്കിലെ ഉത്തരം. എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെന്ന് നോക്കാം. ശരീരഭാരം കുറയ്ക്കാനും കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കാനും പലരും ആദ്യം തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് ഷുഗർ കട്ട് എന്നത്. പ്രിയപ്പെട്ട മധുര പലഹാരങ്ങൾ ഉപേക്ഷിച്ചും ചായ മധുരമിടാതെ കുടിച്ചുമൊക്കെ പലരും വിട്ടുവീഴ്ച ചെയ്യും. എന്നാൽ ഷുഗർ ഫ്രീയും നോ ആഡഡ് ഷുഗറും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയില്ല. സത്യത്തിൽ ഇത് രണ്ടും ഒന്നല്ല. എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പരിശോധിക്കാം. ഹാർവാർഡ് ഹെൽത്ത് പബ്ലിഷിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് 0.5 ഗ്രാമിൽ കുറവായ ഭക്ഷണ വസ്തുക്കളെയാണ് ഷുഗർ ഫ്രീ എന്ന് പറയുന്നത്. ഇവയിൽ മറ്റ് ഷുഗർ കണ്ടന്റുകളൊന്നും ചേർത്തിട്ടുണ്ടാകില്ലെങ്കിലും ആസ്പാർട്ടേം, സ്റ്റീവിയ തുടങ്ങിയ കൃത്രിമ മധുരങ്ങൾ ചേർത്തിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി പ്രോസസ്സിംഗിന്റെയോ പാക്കേജിംഗിന്റെയോ സമയത്ത് പഞ്ചസാര ചേർക്കാത്ത ഉൽപ്പന്നങ്ങളെയാണ് നോ ആഡഡ് ഷുഗർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് റിപ്പോർട്ടിൽ പറയുന്നു. പ്രത്യേകമായി ഇവയിൽ പഞ്ചസാര ചേർത്തിട്ടില്ലെന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായി ഉണ്ടായേക്കാവുന്ന പഞ്ചസാരയുടെ അളവ് അതേപോലെ തന്നെ ഉണ്ടായേക്കാം. ഉദാഹരണത്തിന്, നമ്മൾ വാങ്ങുന്ന ജ്യൂസ് ബോട്ടിലിൽ നോ ആഡഡ് ഷുഗർ എന്ന് ലേബൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലെ പഴത്തിന്റെ മധുരം ഈ ജ്യൂസിന് ഉണ്ടാകും. പഞ്ചസാര രഹിതവും പഞ്ചസാര ചേർക്കാത്തതുമായ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. എന്നാൽ ഹ്രസ്വകാലത്തേക്ക് മാത്രമേ ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങളെ നമുക്ക് ആശ്രയിക്കാൻ കഴിയൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇവ കലോറിയും പഞ്ചസാരയോടുള്ള ആസക്തിയും കുറയ്ക്കാൻ സഹായിക്കും. കൃത്രിമ മധുരങ്ങൾ അധികകാലം കഴിക്കാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നും പഠനങ്ങൾ പറയുന്നു. മികച്ച ഓപ്ഷനായി ഇവിടെ മാറുന്നത് നോ ആഡഡ് ഷുഗർ ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഒരു ഭാവിക്ക് വേണ്ടി നോ ആഡഡ് ഷുഗർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ പഴയ വാഹനങ്ങൾ കൈവശം വെക്കുന്നവർ ആശങ്കയിൽ. സെക്കൻഡ് ഹാൻഡ് കൈവശമുള്ളവർക്ക് നിരാശ നൽകുന്ന പ്രഖ്യാപനത്തിൽ 55 കോടിയാണ് ഖജനാവിലേക്ക് എത്തുന്നത്. പഴയ വാഹനങ്ങൾ കൈവശമുള്ളവരെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റിലുള്ളത്. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പണമില്ലാത്തവർ മിക്കപ്പോഴും സെക്കൻഡ് ഹാൻഡ് കാറുകളെയാണ് ആശ്രയിക്കാറുള്ളത്. പഴക്കം ചെന്ന വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിന് 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിക്കുമെന്ന് ബജറ്റിൽ പറയുന്നു. 15 വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുകളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിലാണ് മാറ്റം വരുത്തുന്നത്. 55 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ നോട്ടമിടുന്നത്. എന്നാൽ കോട്ടം സാധാരണക്കാർക്കാണ്. യൂസ്ഡ് കാർ, പ്രീ ഓൺഡ് കാർ വിപണിക്കും ക്ഷീണമുണ്ടാകും. ബജറ്റ് പ്രഖ്യാപനം ആഴ്ചതോറും കാർ മാറുന്നവരെയല്ല ബാധിക്കുന്നതെന്നും സാധാരണക്കാരെയാണെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും നടക്കുന്നുണ്ട്. സ്വന്തമായി ഒരു കാർ, അത് പഴയതെങ്കിലും സ്വപ്നം കണ്ട് നടക്കുന്നവരുടെ വയറ്റത്തടിക്കുകയാണ് ധനമന്ത്രി ചെയ്തതെന്നാണ് വിമർശനം. തീർച്ചയായും ധനമന്ത്രിക്ക് വാദിച്ചു ജയിക്കാനും പോയിന്റുകളുണ്ട്. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറയ്ക്കുന്നതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്ക്രാപ്പിംഗ് പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമാക്കിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്താൻ നികുതി വർദ്ധിപ്പിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചത്. 2021 MVDയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ 15 ലക്ഷത്തിലേറെ പഴക്കമുള്ള 21 ലക്ഷത്തിലേറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവയിൽ എത്ര എണ്ണം ഈ 4 വർഷത്തിനിടെ പൊളിച്ചുവെന്ന് വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.
മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം ആകെ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഡൽഹിയിലെ ശിവസേന MP സഞ്ജയ് റാവുത്ത്, NCP MP സുപ്രിയ സുലെ എന്നിവർക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് രാഹുലിന്റെ ആരോപണം. സർക്കാർ കണക്കുകൾ അനുസരിച്ച് മഹാരാഷ്ട്രയിൽ വോട്ടവകാശമുള്ളവരുടെ എണ്ണം 9.54 കോടിയാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9.7 കോടി പേർ വോട്ട് രേഖപ്പെടുത്തി. ഇത് എങ്ങനെ സാധ്യമാകും? രാഹുൽ ഗാന്ധി ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തങ്ങൾ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നില്ലെന്നും എന്നാൽ അന്തിമ വോട്ടർ പട്ടികയാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുമിടയിൽ 32 ലക്ഷം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്തത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതേ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുമിടയിൽ 39 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തു. വെറും 5 മാസത്തിനിടെയാണ് ഇത്രയും പേരെ ചേർത്തത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇക്കാര്യം താൻ ലോക്സഭയിൽ ഉന്നയിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് രേഖാമൂലം വിശദീകരണം നൽകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഒരാഴ്ചയ്ക്കുള്ളിലാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നേരിട്ടെത്തി പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്ത 39 ലക്ഷം പേരുടെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും കോൺഗ്രസ് സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ കഴിഞ്ഞ ഡിസംബർ അവസാനം ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലയളവിലാകെ 40,81,229 വോട്ടർമാരെയാണ് ചേർത്തത്. ഇതിനാൽ തന്നെ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് കമ്മീഷൻ പറഞ്ഞിരുന്നത്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.